PSC ആസ്ഥാനത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. PSC പരീക്ഷാ ക്രമക്കേടിൽ ആണ് പ്രതിഷേധം. പ്രവർത്തകർ ഓഫീസിന് ഉള്ളിലേക്ക് കയറി 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. രാജേഷ്, അനിൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. നിതിൻ മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, PSCയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുന്നു. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെയാണല്ലോ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നത്. എങ്ങനെയായിരുന്നു പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം? അഭിലാഷ്, കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെയാണ് PSC ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർ മാർച്ചുമായിട്ട് PSC ഓഫീസിൽ എത്തിയപ്പോൾ 2 സെക്യൂരിറ്റി ജീവനക്കാർ തടയാൻ ശ്രമിച്ച 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ രാജേഷ് അനിൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. നിതിൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? പ്രതിഷേധക്കാർ അവിടെ നിന്ന് പിരിഞ്ഞുപോയോ? അഭിലാഷ്, നമ്മൾ അവിടുന്ന് പ്രതിഷേധക്കാർ അപ്പോൾ തന്നെ ഈ പറയുന്ന പോലീസും സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ ഈ പറയുന്ന ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ അവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഈ പറയുന്ന പ്രവർത്തകർ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു. യെസ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിലാണ് സുരക്ഷാ ജീവനക്കാർക്ക് അടക്കം പരിക്കേൽക്കുകയും ചെയ്തത്. വണ്ടി പോരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.